തിരുവനന്തപുരം വെഞ്ഞാറമൂട് MA എഞ്ചിനീയറിംഗ് കോളേജിൽ മദ്യപ സംഘത്തിന്റെ ആക്രമണം. വിദ്യാർത്ഥിയുടെ കണ്ണിന് റെറ്റിന തകർന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. ചേങ്കോട്ടുകോണം സ്വദേശി അലമീനാണ് ക്രൂരമർദ്ദനമേറ്റത്. കോളേജ് ആനുവൽ ഡേ ആഘോഷത്തിനിടെയാണ് പുറത്തുനിന്നെത്തിയ സംഘം ആക്രമിച്ചു എന്നാണ് കേസ്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവത്തിൽ ഇതുവരെ പ്രതികളെ പിടികൂടാതെ പോലീസ്. MS വീണ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വീണ, ഈ വെഞ്ഞാറമൂട് MA എഞ്ചിനീയറിംഗ് കോളേജ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കോളേജിലാണ് പുറത്തുനിന്നെത്തിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. എന്തായാലും വിദ്യാർത്ഥിയുടെ കണ്ണിന്റെ റെറ്റിന തകർന്ന് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ചെറിയ ആക്രമണമായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ആദ്യം തന്നെ ആ വിദ്യാർത്ഥിയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴും ആശുപത്രിയിലാണോ? രാഖി, അലമീൻ ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. നിലവിൽ ചികിത്സയിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടന്നത്. വെഞ്ഞാറമൂട് MA കോളേജിലാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നതെന്നുള്ളത്. അന്ന് കോളേജിന്റെ ആനുവൽ ഡേ ആയിരുന്നു ഞായറാഴ്ച ദിവസം. അന്ന് ആഘോഷ പരിപാടികൾ നടക്കുന്നതിനിടെ വെഞ്ഞാറമൂട് പരിസരത്തു നിന്നുള്ളൊരു സംഘം കോളേജിലേക്ക് എത്തുകയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുമായി വാക്കുതർക്കം ഉണ്ടാക്കുകയും അവിടെ സംഘർഷം ഉണ്ടാക്കുവാനുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു. 2ാം വർഷ വിദ്യാർത്ഥികളാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്. എന്തിനാണ് ഇത്തരത്തിൽ പുറത്തുനിന്ന് വന്ന സംഘം ഈ ഒരു ആക്രമണത്തെ ഈ ഒരു ആഘോഷത്തെ അലങ്കോലപ്പെടുത്തുവാനും ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്യുവാനും ഒക്കെ ശ്രമം നടത്തുന്നതിലാണ് 2ാം വർഷ വിദ്യാർത്ഥികൾ ഇടപെട്ടത്. ആ ഇടപെടലിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം നടന്നത്. ക്രൂരമർദ്ദനത്തിനിരയായത് തിരുവനന്തപുരം ചെമ്പഴന്തിക്കടുത്ത് ചേങ്കോട്ടുകോണം സ്വദേശി അലമീനാണ് ആക്രമണത്തിനിരയായത്. അലമീന്റെ കണ്ണിന് ക്രൂരമായിട്ടാണ് പരിക്കേറ്റത്. ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ റെറ്റിനയും നശിക്കുന്ന തരത്തിലേക്ക് ആക്രമണം പോയി എന്നുള്ളതാണ്. ഇടിവളയും ഒപ്പം തന്നെ മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തുവെങ്കിലും പ്രതികളെ ഇതുവരെ പിടികൂടിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. വെഞ്ഞാറമൂട് പോലീസിന്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടന്നതായാലും പുറത്തുനിന്ന് എത്തിയ ആൾക്കാരുടെ, അതായത് ആ കോളേജ് ദിവസം നടന്ന ആഘോഷ പരിപാടികളുടെ അടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് ഒപ്പം തന്നെ ആ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ് ആ പരിസരത്തുള്ള ഈ സംഘത്തിൽ പുറത്തുനിന്നെത്തിയ സംഘത്തിലെ ഒരാൾ തന്നെ കയ്യിൽ ഇടിവള കരുതിയിരിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അലമീന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അലമീനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കുടുംബവും ഇതിനടക്കം, അതായത് അലമീന്റെ കുടുംബം അടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോളേജിൽ നമുക്ക് എന്തായാലും ആ ആക്രമണത്തിനിരയായ വിദ്യാർത്ഥിയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ. അതോടൊപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഈ മദ്യപ സംഘം അഴിച്ചുവിട്ടത് ചെറിയൊരു ആക്രമണമായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ അലമീനൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടൽ നടത്തുന്നുണ്ട്. ഈ കസേരകൾ അടക്കം പേർക്ക് എറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തവുമാണ്. മറ്റേതെങ്കിലും വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ടോ? എന്തായിരുന്നു ഇവരുടെ പ്രകോപനം? മദ്യപ സംഘം യാതൊരു പ്രകോപനവും കൂടാതെ ഈ കുട്ടികൾക്ക് നേരെ ആക്രമണം അഴിച്ചുപിടിക്കുകയായിരുന്നോ? രാഖി, ഈ ആഘോഷ പരിപാടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞ്, അതായത് കോളേജിന്റെ ആനുവൽ ഡേ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഇവർ മനസ്സിലാക്കി കോളേജിലേക്ക് എത്തിയതാണ്. ഇവർ ആദ്യം തന്നെ പരിപാടി അലങ്കോലപ്പെടുത്തുന്ന തരത്തിലേക്ക് പെരുമാറുകയും ഒപ്പം തന്നെ ആ പരിപാടി നല്ല രീതിയിൽ നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇവരെ അനുനയിപ്പിക്കാൻ വേണ്ടി കോളേജിലെ വിദ്യാർത്ഥികൾ ഇടപെടുന്നത്. പക്ഷേ ഈ മദ്യപ സംഘം അത് കേൾക്കാൻ തയ്യാറായില്ല. അത് വാക്കുതർക്കമായി. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീട് ഈ വിദ്യാർത്ഥികളെ കൂട്ടമായി ചേർന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി പേരെയാണ്, കോളേജിലെ നിരവധി വിദ്യാർത്ഥികളെയാണ് കസേര ഉപയോഗിച്ചുകൊണ്ട് ഒന്നിലേറെ തവണ മർദ്ദിക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ് പല വിദ്യാർത്ഥികളും ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. ഇടിവള കൊണ്ടുള്ള ക്രൂരമായ മർദ്ദനത്തിലാണ് ഈ അലമീന്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ്. അതിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റത് അലമീനാണ്. എന്തുകൊണ്ട് ഈ മദ്യപ സംഘത്തിനെ പിടികൂടിയില്ല? അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് കോളേജ് ക്യാമ്പസിന് അകത്തേക്ക് എങ്ങനെ പ്രവേശിച്ചു? വലിയ ആക്രമണം നടത്തിയിട്ടും ഇവരെ എന്തുകൊണ്ടാണ് പോലീസ് ഇപ്പോഴും പിടികൂടാത്തതെന്നുള്ള അടക്കം വിമർശനം ഉയരുന്നുണ്ട്. ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പ്രതികൾ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അതെ, വീണ, തീർച്ചയായും. കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ ആക്രമണം നടത്തുന്നവരുടെ മുഖങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പ്രതികളെ തിരിച്ചറിയാൻ വലിയ പാടൊന്നുമില്ല. എന്നിട്ടും ഞായറാഴ്ച നടന്ന സംഭവം ഇന്നതേ ശനിയാഴ്ചയാകുന്നു. ഒരാഴ്ച സമയമുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? കൃത്യമായ ഒരു അന്വേഷണം നടന്നില്ല എന്നുള്ളത് സംശയം തന്നെയാണ്. ഏത് സ്റ്റേഷൻ പരിധിയിലാണ്? എന്താണ് പോലീസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വീണ ബന്ധപ്പെട്ടിരുന്നോ?
രഖി, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെഞ്ഞാറമൂട് പോലീസാണ്. അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചിട്ടില്ല ഇതുവരെ. അവർ നിലവിൽ നമുക്ക് പ്രാദേശികപരമായി ലഭിക്കുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരിൽ നിന്നടക്കം വിവരങ്ങൾ തേടുമ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചിരുന്നു. പ്രതികളെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രാഖി, ശരി വീണ. എന്തായാലും ഒരാഴ്ചയായി പോലീസ് ഒരു മദ്യപ സംഘത്തിന് വേണ്ടി ഇരുട്ടിൽ തപ്പുകയാണ്. ഈ വെഞ്ഞാറമൂടുള്ള MA എഞ്ചിനീയറിംഗ് കോളേജിലാണ് മദ്യപ സംഘം പുറത്തു നിന്നെത്തി അവിടുത്തെ കോളേജ് ഡേക്ക് എത്തി ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. വിദ്യാർത്ഥിയുടെ കണ്ണിന്റെ റെറ്റിന തകർന്ന ഒരു കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. ഈ അല്ലമീൻ എന്ന് പറയുന്ന ചേങ്കോട്ടുകോണം സ്വദേശിയായ വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിനിരയായി ആശുപത്രിയിലാണ്. ഈ വിദ്യാർത്ഥിയുടെ കണ്ണിനാണ് പരിക്കേറ്റത്. എന്തായാലും ഈ ആനുവൽ ഡേ ആഘോഷത്തിനിടെ ആക്രമണം ഉണ്ടായിട്ട് ഒരാഴ്ച പിന്നിട്ടും പോലീസിന് ഇവിടെ കൃത്യമായ കാര്യക്ഷമമായ ഒരു നടപടി എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇതുവരെ ഒരു പ്രതിയെ പോലും പിടികൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സംഭവം തന്നെയാണ് എന്നുള്ളതേ ഉള്ളൂ. MS വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.